പൊട്ടിയാൽ എല്ലാം നശിക്കും എന്ന ഒരൊറ്റ ഉത്തരമാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ തമിഴ്നാട് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് 1000 വർഷങ്ങൾ കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയില്ല എന്ന്. തമിഴ്നാടിന്റെ വാദമാണ് ശരിയെന്ന് പലരും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഇതൊരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ടാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഡാം. ഇവിടെ വെള്ളത്തേക്കാൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടിയ വസ്തുവായ കരിങ്കല്ല് കൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എത്ര നാൾ വെള്ളത്തിൽ കിടന്നാലും അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെയുള്ള കരിങ്കല്ല് അടുക്കി വെച്ചുണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലത്ത് സിമന്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കരിങ്കല്ല് അടുക്കി വെച്ച് അണക്കെട്ട് നിർമ്മിക്കേണ്ടി വന്നു. ഈ അണക്കെട്ടിന്റെ ബലം എന്നത് ഇതിന്റെ മൊത്തത്തിലുള്ള ഭാരമാണ്. ഇത് നിറയുമ്പോൾ ഉള്ള മൊത്തം വെള്ളം അണക്കെട്ടിൽ ചെലുത്തുന്ന ബലം എത്രയാണോ ആ അത്രയും ഫോഴ്സിനെ ചെറുക്കുവാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ കനത്തിൽ കരിങ്കല്ല് അടുക്കിയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന സുർക്കി കാലപ്പഴക്കത്തിൽ ചോർന്നൊലിച്ചു പോയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ഡാമിന് ബലക്ഷയം ഉണ്ടായി കാണില്ലേ എന്നൊരു സംശയം തീർത്തും ന്യായവുമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിൽ സുർക്കി